നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ തേങ്ങ, വെളിച്ചെണ്ണ, അടയ്ക്ക, കുരുമുളക് വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വിലകൾ. അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസം കാണും. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം. ആദ്യം നമുക്ക് തേങ്ങയുടെ വില നോക്കാം. തൃശ്ശൂർ 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 57 രൂപ. കണ്ണൂർ 56 രൂപ. ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയും 56 രൂപ. തളിപ്പറമ്പ് 58 രൂപ. പയ്യന്നൂർ 55 രൂപ. ആലക്കോട് 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 56 രൂപ. കരുവഞ്ചാൽ 58 രൂപ. കുടിയാൻമല 60 രൂപ. കാസർഗോഡ് 40 രൂപ മുതൽ 56 രൂപ വരെയാണ് അവിടുത്തെ വില. വെള്ളരിക്കുണ്ട് 1 കിലോ തേങ്ങയുടെ വില 57 രൂപ. പാലക്കാട് 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 56 രൂപ മുതൽ 58 രൂപ വരെയും. നെടുമങ്ങാട് 80 രൂപ. കോഴിക്കോട് 60 രൂപ. തലശ്ശേരി 61 രൂപ. കൽപ്പറ്റ 62 രൂപ. മലപ്പുറം 61 രൂപ. ആലപ്പുഴ 64 രൂപ. വയനാട് 64 രൂപ. തിരുവനന്തപുരം 75 രൂപ. കൊല്ലം 70 രൂപ. എറണാകുളം 65 രൂപ. കോട്ടയം 65 രൂപ. പത്തനംതിട്ട 67 രൂപ. കൊട്ടാരക്കര 70 രൂപ. പുനലൂർ 70 രൂപ. പുത്തൂർ 70 രൂപ. കരുനാഗപ്പള്ളി 72 രൂപ. ഏറ്റുമാനൂർ 65 രൂപ. ഇടുക്കി 65 രൂപ. വടകര 64 രൂപ. കുണ്ടറ 70 രൂപ. അടൂർ 70 രൂപ. റാന്നി 66 രൂപ. കാഞ്ഞിരപ്പള്ളി 66 രൂപ. ആയൂർ 77 രൂപ. ചടയമംഗലം 77 രൂപ. നിലമേൽ 77 രൂപ. ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില. ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വെളിച്ചെണ്ണ വില നോക്കാം. കൊച്ചി വെളിച്ചെണ്ണ തയ്യാർ 308 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 313 രൂപ. തൃശ്ശൂർ 313 രൂപ. കോഴിക്കോട് വെളിച്ചെണ്ണയുടെ വില 334 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 341 രൂപ. കണ്ണൂർ 352 രൂപ. 1 ലിറ്ററിന് 330 രൂപ. മലപ്പുറം 442 രൂപ. പാലക്കാട് 333 രൂപ. ആലപ്പുഴ വെളിച്ചെണ്ണ തയ്യാർ 309 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 314 രൂപ. ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വിലകൾ. ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അടയ്ക്ക വില നോക്കാം. കൊച്ചി അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 350 രൂപ. അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 360 രൂപ. അടയ്ക്ക വിപണി അമല. കൊട്ടടയ്ക്ക പുതിയത് 20 കിലോയ്ക്ക് 7800 രൂപ മുതൽ 8312 രൂപ വരെയും. രണ്ടാം തരം 4540 രൂപ മുതൽ 5100 രൂപ വരെയും. പഴയത് 20 കിലോയ്ക്ക് 8210 രൂപ മുതൽ 8606 രൂപ വരെയും. കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് 20 കിലോയ്ക്ക് 7000 രൂപ മുതൽ 8000 രൂപ വരെയും. രണ്ടാം തരം 2000 രൂപ മുതൽ 3000 രൂപ വരെയും. പഴയത് 20 കിലോയ്ക്ക് 7000 രൂപ മുതൽ 8000 രൂപ വരെയും. പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് 20 കിലോയ്ക്ക് 7700 രൂപ മുതൽ 9380 രൂപ വരെയും. രണ്ടാം തരം 4000 രൂപ മുതൽ 7100 രൂപ വരെയും. പഴയത് 20 കിലോയ്ക്ക് 8700 രൂപ മുതൽ 9400 രൂപ വരെയും. കോഴിക്കോട് അടയ്ക്കയുടെ വില 405 രൂപ. ഇരിട്ടി കൊട്ടടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 320 രൂപ. കൊട്ടടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 370 രൂപ. തളിപ്പറമ്പ് അടയ്ക്ക 420 രൂപ. അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 390 രൂപ മുതൽ 410 രൂപ വരെയും. പയ്യന്നൂർ അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 430 രൂപ മുതൽ 530 രൂപ വരെയും. ആലക്കോട് അടയ്ക്കയുടെ വില 410 രൂപ. കരുവഞ്ചാൽ അടയ്ക്ക പുതിയത് 400 രൂപ. കുടിയാൻമല അടയ്ക്ക 390 രൂപ. കാസർഗോഡ് അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 300 രൂപ മുതൽ 425 രൂപ വരെയും. അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 430 രൂപ മുതൽ 525 രൂപ വരെയും. വെള്ളരിക്കുണ്ട് അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 440 രൂപ. അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 540 രൂപ. തലശ്ശേരി അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 410 രൂപ. അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 395 രൂപ. അടയ്ക്ക പുലാമന്തോൾ പുതിയത് 1 കിലോയ്ക്ക് 415 രൂപ മുതൽ 470 രൂപ വരെയും. പഴയത് 425 രൂപ മുതൽ 490 രൂപ വരെയും. രണ്ടാം തരം 300 രൂപ മുതൽ 400 രൂപ വരെയും. പാലക്കാട് അടയ്ക്ക 325 രൂപ. പുതിയ അടയ്ക്ക 275 രൂപ. നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയത് 1 കിലോയ്ക്ക് 250 രൂപ മുതൽ 300 രൂപ വരെയും. കൊട്ടപ്പാക്ക് പുതിയത് 1 കിലോയ്ക്ക് 150 രൂപ മുതൽ 200 രൂപ വരെയും. ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ കുരുമുളക് വില നോക്കാം. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 693 രൂപ. കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 683 രൂപ. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 713 രൂപ.
തൃശ്ശൂർ 675 രൂപ. കോഴിക്കോട് കുരുമുളക് നാടൻ 660 രൂപ. കുരുമുളക് ചേട്ടൻ 675 രൂപ. കുരുമുളക് വയനാടൻ 685 രൂപ. ഇരിട്ടി കുരുമുളക് പുതിയ തുരിയിലേക്ക് 600 രൂപ. കുരുമുളക് പഴയ തുരിയിലേക്ക് 660 രൂപ. തളിപ്പറമ്പ് കുരുമുളക് 660 രൂപ. ആലക്കോട് 650 രൂപ. കരുവഞ്ചാൽ 650 രൂപ. കുടിയാൻമല 660 രൂപ. കാസർഗോഡ് കുരുമുളകിൻ്റെ വില 500 രൂപ മുതൽ 650 രൂപ വരെയും. വെള്ളരിക്കുണ്ട് കുരുമുളക് 650 രൂപ. ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.